ആ സൈഡിലേക്ക് നോക്കുമ്പോൾ കിടക്കാച്ചി വണ്ടികളുണ്ട്, സീറോ ഡൗൺ പേയ്മെന്റ് വണ്ടിയുണ്ട്. കുറഞ്ഞ ഡൗൺ പേയ്മെന്റ് 25 രൂപ അടച്ചാൽ ഇറക്കാൻ വരുന്ന വണ്ടികളൊക്കെ ആ സൈഡിൽ കിടപ്പുണ്ട്. ഈ വീഡിയോ നമുക്ക് സീറോ ഡൗൺ പേയ്മെന്റ് ഉണ്ട്, ലോ ബഡ്ജറ്റ് ഉണ്ട്, വലിയ വാഹനങ്ങളുണ്ട്, വൃത്തിയുള്ള വണ്ടിയാണ്. നമുക്ക് 1,85,000 രൂപ പുതിയ പേപ്പർ എടുത്ത് കൊടുക്കാം. 1,85,000 പുതിയ പേപ്പർ, ടാക്സ്, ഇൻഷുറൻസ്, ടെസ്റ്റ് എല്ലാം ചെയ്ത് കൊടുക്കാം. സർവീസ് അക്കൗണ്ടുള്ള സിംഗിൾ ഓണർ ഉണ്ട്, ലോ കിലോമീറ്റർ വാഹനം. വില നമുക്ക് 2,15,000 രൂപ ആസ്കിങ്, ചെറിയ വ്യത്യാസം ചെയ്ത് കൊടുക്കാം. സീറോ ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റും. VXI കൂടിയാണ്. ഇത് നമുക്ക് 90,000 രൂപ കൊടുക്കാം. 90,000 വില എത്രയാ? നമുക്ക് 1,00,000 രൂപ കൊടുക്കാം. ഇത് നമുക്ക് 2,50,000 രൂപ ഫുള്ള് ലോൺ ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മുടെ വില ഇത് നമുക്ക് 1,25,000 രൂപ ഫൈനൽ കൊടുക്കാം. വില നമുക്ക് 1,75,000 രൂപ കൊടുക്കാം. ഇത് നമുക്ക് ഫൈനൽ 5,00,000 രൂപ കൊടുക്കാം. 5 ലക്ഷം രൂപയ്ക്ക് ഇതേ കിടക്കുന്ന ഒരു ഇന്നോവ. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇസ്മി അരുൺ. പെരുമ്പാവൂർ കാഴ്ച രണ്ടാമത്തെ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ്. ലൊക്കേഷൻ വരുന്നത് എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂർ മലമുറി എന്ന് പറയുന്ന സ്ഥലത്താണ്. നമ്മുടെ ഷിയാസിക്ക നമ്മുടെ കൂടെ ഉണ്ട്. ഇത് രണ്ടാമത്തെ എപ്പിസോഡാണ് കേട്ടോ. ആ സൈഡിലേക്ക് നോക്കുമ്പോൾ കിടക്കാച്ചി വണ്ടികളുണ്ട്, സീറോ ഡൗൺ പേയ്മെന്റ് വണ്ടിയുണ്ട്. കുറഞ്ഞ ഡൗൺ പേയ്മെന്റ് 25 രൂപ അടച്ചാൽ ഇറക്കാൻ വരുന്ന വണ്ടികളൊക്കെ ആ സൈഡിൽ കിടപ്പുണ്ട്. നമ്മൾ ഫസ്റ്റത്തെ വീഡിയോയിൽ ചെയ്തു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ബോക്സിലും കൊടുത്തേക്കാം, കയറി നോക്കുക. അപ്പോൾ ഈ വീഡിയോയിലും കിട്ടില്ല വണ്ടികളുണ്ട്. തുടങ്ങിയാലോ? തുടങ്ങാം. ഈ വീഡിയോ നമുക്ക് സീറോ ഡൗൺ പേയ്മെന്റ് ഉണ്ട്, ലോ ബഡ്ജറ്റ് ഉണ്ട്, വലിയ വാഹനങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. എല്ലാ ടൈപ്പ് വണ്ടികളും ഉണ്ട്. നമുക്ക് ചെറിയ വാഹനത്തിൽ തന്നെ തുടങ്ങാം. 2011 മോഡൽ LXI ഓൾട്ടോ ആണ്. 4 ടയർ പുതിയത്, പവർ വിൻഡോ ആഡ് ചെയ്തിട്ടുണ്ട്, സെൻട്രൽ ലോക്ക് ഉണ്ട്, നല്ല ക്ലീൻ വണ്ടിയാണ്. എത്ര വണ്ടിയുണ്ട്? ഇത് 1,98,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓണർഷിപ്പ് കിടക്കുന്ന തേർഡാണ്. 2011 അടുത്ത കൊല്ലം ലാസ്റ്റ് ഒരു പേപ്പറും ഉണ്ട്. നല്ല നീറ്റ് വണ്ടിയാണ്. പവർ വിൻഡോ പേപ്പറിൽ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് 1,35,000 രൂപ കൊടുക്കാം. നല്ല വൃത്തിയുള്ള ലാസ്റ്റ് പ്രൈസ് ആണോ? നമുക്ക് വ്യത്യാസം ചെയ്ത് കൊടുക്കാം. നമ്മളിപ്പോ എന്തായാലും ചെറിയ വ്യത്യാസം ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോ അടുത്ത വണ്ടി അടുത്ത 2018 ഫുൾ ലോണിൽ കൊടുക്കാം. 2018 മോഡല് കിഡ്, സിംഗിൾ ഓണർഷിപ്പ്, 38,000 കിലോമീറ്റർ, 1000cc ആണ്. 1000cc RXL പെട്രോൾ മാനുവൽ 1000cc വരുന്ന വണ്ടിയാണ്. ലോ കിലോമീറ്റർ ആണ്. ഇത് നമുക്ക് 2,50,000 രൂപ ഫുള്ള് ലോൺ ചെയ്ത് കൊടുക്കാം. 2,00,000 രൂപ ഫുൾ ചെറിയ വേണമെങ്കിൽ നെഗോഷ്യബിളും ചെയ്ത് കൊടുക്കാം. പുതിയ ഇൻഷുറൻസ് ചെയ്ത് കൊടുക്കാം. അതെ. അടുത്തൊരു വാഗണറാണ്. ഇത് റിന്യൂവൽ കഴിഞ്ഞ വാഹനമാണ്. ഏതായിരുന്നു മോഡൽ? 2010 മോഡല് LXI ആണ്. പവർ വിൻഡോ കാര്യങ്ങളെല്ലാം ഉണ്ട്. LXI ആണെങ്കിലും 5 വർഷത്തേക്ക് പേപ്പർ ഉണ്ട്. 5 വർഷത്തേക്ക് പേപ്പർ ഉണ്ട്. പേപ്പർ നമ്മൾ കസ്റ്റമറിന് എടുത്ത് കൊടുക്കുള്ളൂ. ഇവിടെ ഇടുമ്പോൾ ചെയ്തിട്ട് കാര്യമില്ല. കസ്റ്റമറിന് നമുക്ക് പുതിയ എടുത്ത് കൊടുക്കാം. 1,00,000 കിലോമീറ്റർ താഴെ കൊടുക്കുള്ളൂ. നല്ല വണ്ടിയാണ്, വൃത്തിയുള്ള വണ്ടിയാണ്. നമുക്ക് 1,85,000 രൂപ പുതിയ പേപ്പർ എടുത്ത് കൊടുക്കാം. 1,85,000 പുതിയ പേപ്പർ, ടാക്സ്, ഇൻഷുറൻസ്, ടെസ്റ്റ് എല്ലാം ചെയ്ത് കൊടുക്കാം. അതിനകത്ത് ലൈറ്റൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് 2010 ആയതുകൊണ്ട് ഫിനാൻസ് കിട്ടൂല. നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞാണെന്നാലും വീണ്ടും പറയുകയാണ്, 2013 ശേഷമുള്ള വണ്ടികൾക്കാണ്. 12 ശേഷമുള്ള 12 ശേഷമുള്ള വണ്ടികൾക്ക് ഫിനാൻസ് ചെയ്യാം. 2 വർഷത്തേക്ക്, 13 ആണെങ്കിൽ 3 വർഷത്തേക്ക് ചെയ്യാം. അതിന് മുകളിലേക്ക് മോഡൽ കൂടുന്നതനുസരിച്ച് 5 വർഷം മുതൽ 7 വർഷം വരെയൊക്കെ ഫിനാൻസ് ചെയ്യാവുന്നതാണ്. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഇടയ്ക്ക് പറയാം കേട്ടോ. വീണ്ടും വാഗണർ. അടുത്ത 2011 മോഡല് സിംഗിൾ ഓണർ, 70,000 കിലോമീറ്റർ കിലോമീറ്റർ LXI പെട്രോൾ ആണ്. അപ്പോൾ റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. സർവീസ് അക്കൗണ്ടുള്ള സിംഗിൾ ഓണർ ഉണ്ട്, ലോ കിലോമീറ്റർ വാഹനം. നല്ല നീറ്റ് വണ്ടിയാണ്. ഈ വണ്ടി ഒരു 14-15 രൂപയുടെ ക്വാളിറ്റി ഉണ്ട് ഈ വണ്ടിക്ക്. അതെ. അപ്പോൾ വില നമുക്ക് 2,15,000 രൂപ ആസ്കിങ്, ചെറിയ വ്യത്യാസം ചെയ്ത് കൊടുക്കാം. 2,25,000 ടയർ ബ്രാൻഡ് പുതിയതാണ്. ഓക്കെ. അപ്പോൾ 11 ആയതുകൊണ്ട് ഇതിന് ഫിനാൻസ് ബുദ്ധിമുട്ടായിരിക്കും. ചെറിയ ഫാമിലിക്ക് നല്ല നീറ്റ് വണ്ടിയാണ്. കളർ കാണിച്ചായിരുന്നു ആൾക്കാരെ. അപ്പൊ അടുത്ത വണ്ടി ഒരു കേട്ടണാണോ? ആൾട്ടോ 800 ആണ്. 2019 VXI ആണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. 75,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. പുതിയ ഫുൾ കവർ ഇൻഷുറൻസ്, 3,00,000 രൂപ IDV ഉണ്ട്. ഈ വാഹനം നമുക്ക് ഫൈനൽ 2,90 കൊടുക്കാം. 2,90 ആണ് ഫൈനൽ റേറ്റ് പറയുന്നത്. പ്രൊഫൈൽ ഉള്ളവർക്ക് 2,90 ലോൺ ചെയ്ത് കൊടുക്കാം. സീറോ ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റും. VXI കൂടിയാണ്. VXI ആണ്. ആൾട്ടോ 800 തന്നെ നമുക്ക് വേറെ മോഡൽ ഉണ്ട്. ന്യൂ ഷേപ്പ് ഉണ്ട്, പുതിയ ഷേപ്പ് ഉണ്ട്. ഏതാ മോഡല്? 2021 വണ്ടി, 38,000 കിലോമീറ്റർ ഓടി വാഹനമാണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഇപ്പൊ നമ്മൾ സെക്കൻഡ് ഓണറിലേക്ക് മാറി. ഇത് LXI തന്നെയല്ലേ? ഇത് LXI. ഇത് VXI ആണ്. ഇത് LXI ആണ്. ഇത് VXI, ഇത് LXI. അപ്പൊ ഇത് നമ്മൾ എത്ര പറയാം? നമുക്ക് 3,40,000 രൂപ 3,00,000 രൂപ ലോൺ ചെയ്ത് കൊടുക്കാം. 40,000 രൂപ. ചിലപ്പോൾ അത് കുറച്ച് ഡൗൺ പേയ്മെന്റ് അടച്ചാൽ മതിയായിരിക്കും. പ്രൊഫൈൽ ഉണ്ടെങ്കിൽ നമുക്ക് അതും ചെയ്ത് കൊടുക്കാവുന്നതാണ്. അടുത്തൊരു പുതിയ പേപ്പർ എടുത്ത് സാൻഡ്രോ ഉണ്ട്. സിംഗ്. ഏതാ മോഡല്? അത് 2008 മോഡലാണ്. എത്ര ഓടി ഉണ്ടാവും? ഇത് 80,000 കിലോമീറ്റർ ഉണ്ട്. സ്പെയർ കീ, സർവീസ് ബുക്ക് കാര്യങ്ങളെല്ലാം ഈ വണ്ടിക്കുണ്ട്. ഓണർഷിപ്പ് സെക്കൻഡ്. ഇപ്പൊ റിന്യൂവൽ ചെയ്യാൻ സെക്കൻഡ് ആയതാണ്. ഓക്കെ. അപ്പോ നമ്മുടെ വില എത്ര? ഇത് നമുക്ക് 90,000 രൂപ കൊടുക്കാം. 90,000 രൂപ കിടക്കാൻ സാൻഡ്രോ അടപ്പുണ്ട്. 444 നമ്പറൊക്കെയാണ്. അതെ, ഫാൻസി നമ്പർ ആണോ? 2244. ഇത് ഫൈനൽ 90 കൊടുക്കാൻ നല്ല വണ്ടിയാണ്. പുതിയ ടയർ കിടപ്പുണ്ട്. അതെ, നീറ്റ് വണ്ടി. അതെ.
അടുത്ത 2008 മോഡൽ സിംഗിൾ ഓണർ സാൻഡ്രോ തന്നെയാണ്. 80,000 കിലോമീറ്റർ സ്പെയർ കീ എല്ലാം ഉള്ള വാഹനമാണ്. നല്ല നീറ്റ് വണ്ടിയാണ്. ലോ കിലോമീറ്റർ 80,000 ഓടിയിട്ടുള്ളൂ. നീറ്റ് വണ്ടി കാണാൻ ക്വാളിറ്റി വണ്ടിയിലുണ്ട്. ഉള്ളിൽ സീറ്റ് കവർ മാറ്റിയിട്ടുണ്ട്. ടയർ ഉണ്ട്, അത്യാവശ്യം ടയർ കണ്ടീഷൻ കിടപ്പുണ്ട് വണ്ടിക്ക്. 80,000 ഓടി. ഓൺഷിപ്പ് നടക്കുന്നത് സിംഗിൾ ഓൺഷിപ്പ്. അതാണ് സിംഗിൾ ഓണർ സ്പെയർ കീ ഒക്കെ ഉള്ള വാഹനമാണ്. മോഡലായിട്ടും അവിടെ വില എത്രയാ? നമുക്ക് 1 ലക്ഷം രൂപ കൊടുക്കാം. 1 ലക്ഷം രൂപയാണ്. വണ്ടിക്ക് ക്വാളിറ്റി ഉള്ളതാണ് ഇതിനേക്കാളും കുറച്ചുകൂടി വില കൂടുതൽ പറയുന്നത്. പിന്നെ ഓൺഷിപ്പ് സിംഗിൾ ആണ്. അത് 60,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. i10 2008 മോഡൽ തന്നെ 60,000 കിലോമീറ്റർ ഓടിയാണ്. മാഗ്നയാണ്. ഇതിനും നമുക്ക് സ്പെയർ കീ സർവീസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. നല്ല നീറ്റ് കസ്റ്റമർ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. നല്ല വണ്ടി അതുപോലെ നീറ്റാണ്. ഓണർഷിപ്പ് ഏതാ പറഞ്ഞത്? സെക്കൻഡ് ആയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ വില ഇത് നമുക്ക് 1,25,000 രൂപ ഫൈനൽ കൊടുക്കാം. പേപ്പർ എടുത്ത വാഹനമാണ്. 2029 വരെ പേപ്പർ ഉണ്ട്. 29 വരെ പേപ്പർ ഉണ്ട്. 1,25,000 അല്ലേ? അതെ. അടുത്ത ഐറ്റം തന്നെയാണ്. സ്പോർട്സ് ആണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. 1.2 കാപ്പ എഞ്ചിൻ വരുന്ന മോഡലാണ്. 2011 വണ്ടിയാണ്. 1 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പാണ്. ബാക്ക് വൈപ്പർ കാര്യങ്ങളെല്ലാം വരുന്ന മോഡലാണ്. വില നമുക്ക് 1,75,000 രൂപ കൊടുക്കാം. 1,75. നല്ല വണ്ടിയാണ്. നല്ല നീറ്റ് മുക്കാലാണ് വില വരുന്നത്. അതെ, ചെറിയ വ്യത്യാസങ്ങളൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം എല്ലാ വണ്ടികൾക്കും. അടുത്തൊരു സിംഗിൾ ഓണർ ഇന്നോവയാണ്. ഇത് പുറം വണ്ടിയാണോ നമ്മുടെ വണ്ടിയാണോ? ഒറിജിനൽ കേരള സിംഗിൾ ഓണർ വണ്ടിയാണ്. ഒറിജിനൽ കേരള സിംഗിൾ ഓണർഷിപ്പ് നീറ്റ്നസ് വണ്ടിക്ക് ഉണ്ട്. 2010 മോഡല് സിംഗിൾ ഓണർ 3 ലക്ഷം കിലോമീറ്റർ സർവീസ് റെക്കോർഡുള്ള വാഹനമാണ്. ഏതാ വേരിയന്റ് വരുന്നത്? G4. ഓക്കെ. ഇത് നമുക്ക് ഫൈനൽ 5 ലക്ഷം രൂപ കൊടുക്കാം. 5 ലക്ഷം രൂപയ്ക്ക് ഇതേ കിടക്കുന്ന ഒരു ഇന്നോവ. ഉള്ളിൽ സീറ്റ് കവറൊക്കെ മാറ്റി കിടക്കാനാക്കി. വണ്ടി ഒരു എക്സ്ട്രാ ക്വാളിറ്റി ഉള്ള വാഹനം. നല്ല ക്വാളിറ്റി കിടക്കുന്ന വാഹനമാണ്. കേരള വണ്ടിയാകുമ്പോൾ നമുക്ക് വിശ്വസിക്കാമല്ലോ. അപ്പോ ബാക്കില് പുതിയ പേപ്പർ എടുത്ത് കൊടുക്കാം. 5 വർഷത്തെ പേപ്പർ എടുത്ത് ഇൻക്ലൂഡ് ചെയ്ത് കൊടുക്കാം അല്ലേ? ഓക്കെ. അപ്പോ അടുത്ത ഒരു ഇന്നോവ തന്നെയാണ്. 2011 മോഡലാണ്. G4 ആണ്. ആണ്. എന്നാലും വണ്ടി നീറ്റ് വണ്ടിയാണ്. അപ്പൊ ഇതിന് കിലോമീറ്റർ എത്ര ഉണ്ട്? ഇത് 2 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 2 ലക്ഷം ഓടിയിട്ടുണ്ട്. ജെനുവൻ ആയിരിക്കും? ആയിരിക്കാം. വണ്ടി അത്ര നീറ്റ് വണ്ടിയാണ്. നല്ല വണ്ടിയാണ്. നമുക്ക് ആ ഒരു ഓടിക്കുമ്പോൾ ഉള്ളൊരു ഇത് വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. ഇന്റീരിയർ ലോക്കായി പോയല്ലേ? എന്നാലും പ്രശ്നങ്ങളൊന്നുമില്ല. മെക്കാനിക് സൈഡ് എല്ലാം ഓക്കെ അല്ലേ? എല്ലാം ഒക്കെയാണ്. നമുക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ എടുത്താൽ മതി. അപ്പൊ വില എത്ര പറയണേ? ഇത് നമുക്ക് 5.25 ലക്ഷം രൂപ. ഇതിന് നമുക്കൊരു 4 ലക്ഷം രൂപ 3.5 ലക്ഷം രൂപ ലോൺ ചെയ്യാം. ശ്രീരാമിൽ ലോൺ ചെയ്യാവുന്നതാണ്. അതെ. റിയ വണ്ടിയാണ്. അടുത്തത് ഒരു ഇന്നോവ തന്നെയാണ്. കേരള വണ്ടിയാണ്. 2013 V ആണ്. ആഫ്റ്റർ മാർക്കറ്റ് അലോയ് കയറ്റിയിട്ടുണ്ട്. ലെതർ സീറ്റ് കവർ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. V ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ഫീച്ചേഴ്സ് എല്ലാം എയർ ബാഗ് ABS കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. എത്ര ഓടിയുണ്ട് വണ്ടി? ഇത് 1,85,000 കിലോമീറ്റർ 1.75 സർവീസ് റെക്കോർഡ് ഉള്ളതാണ്. പുതിയ ഇൻഷുറൻസ് ഫുൾ കവർ 8.5 ലക്ഷം രൂപ IDV ഉണ്ട്. ഈ വാഹനത്തിന്റെ ആസ്കിംഗ് പ്രൈസ് 9.5 നമുക്ക് 9 ലക്ഷം രൂപയ്ക്ക് ഫൈനൽ കൊടുക്കാം. 9 ലക്ഷം രൂപയ്ക്ക് ഫൈനൽ. 2013 ഒറിജിനൽ കേരള V ഓപ്ഷനിലാണ്. 8 വരെ നമുക്ക് ഫിനാൻസ് കയറാൻ സാധ്യതയുണ്ട്. അതെ. അടുത്തൊരു XUV ആണ് കാണിക്കാം. 500. 2012 ലാസ്റ്റ് വാഹനമാണ്. W8 ഫുൾ ഓപ്ഷൻ ആണ്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. 1 lakh കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സ് വരുന്ന മോഡലാണ്. W8 ആയതുകൊണ്ട് തന്നെ അന്നത്തെ ടോപ്പ് ആണ്. അത്യാവശ്യം എയർ ബാഗ് കാര്യങ്ങൾ, മിറർ ഫോൾഡിങ്, അലോയ്സ്, പ്രൊജക്ടർ എല്ലാം വരുന്ന മോഡലാണ്. ഇത് 5.5 ലക്ഷം രൂപയുടെ ആസ്കിങ്. ചെറിയ വ്യത്യാസങ്ങൾ ചെയ്ത് കൊടുക്കാം. അടുത്തൊരു സിംഗിൾ ഓണർ വണ്ടി XUV ഉണ്ട്. നമ്മുടെ പെരുമ്പാവൂർ വണ്ടി തന്നെയാണ്. KL40 വണ്ടിയാണ്. 2013 ലാസ്റ്റ് വണ്ടിയാണ്. സിംഗിൾ ഓണർ വാഹനം. 1 ലക്ഷം കിലോമീറ്റർ സർവീസ് റെക്കോർഡ് ഉള്ള വാഹനമാണ്. സ്പെയർ കീ സർവീസ് ബുക്ക് എല്ലാം ഉണ്ട്. ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് 5.90 നമുക്ക് അതിൽ ചെറിയ വ്യത്യാസങ്ങൾ ചെയ്ത് കൊടുക്കാം. വണ്ടി നല്ല ക്ലീൻ വണ്ടിയാണ്. അടുത്തുള്ളൊരു കസ്റ്റമർ വണ്ടിയാണ്. സ്കോർപിയോ ഉണ്ടല്ലോ. 2011 മോഡൽ എംഹോക്ക് ആണ്. എംഹോക്ക് എഞ്ചിൻ വരുന്ന വണ്ടി. അതെ. എത്ര ഓടിയുണ്ട്? അത് 1.30 ഓടിയിട്ടുണ്ട്. AC പവർ പവർ വിൻഡോ എല്ലാം വരുന്ന മോഡലാണ്. അത്യാവശ്യം കൊള്ളാവുന്ന വണ്ടിയാണ്. നല്ല മെക്കാനിക് കാര്യങ്ങളൊക്കെയാണ്. നല്ല ക്വാളിറ്റി ഉണ്ടല്ലോ കാണാൻ. 3.5 ലക്ഷം രൂപ കൊടുക്കാം. 3.5. ഇതിന് നമുക്ക് 2 to 2.25 ലോൺ ചെയ്ത് കൊടുക്കാം. 2.25 വരെ ലോൺ ചെയ്യാൻ പറ്റും. കുറഞ്ഞ നിങ്ങൾക്ക് ഒരു വലിയ 7 സീറ്റർ വണ്ടി എടുക്കാം. അതാൻ പറ്റും. അതിന്റെ അപ്പുറത്ത് വേറെ ഒരു വണ്ടി എടുക്കണം. നമ്മൾ ഇനി കാണിക്കാനുള്ളത് ഫിയറ്റിന്റെ വണ്ടിയാണ്. റയർ വണ്ടിയാണ്. ആവശ്യക്കാർ കൂടുതൽ എൻക്വയറി ഉള്ള വണ്ടിയാണ്. നമ്മുടെ പൂണ്ടോടെ അവാരത്ത് എന്ന് പറഞ്ഞ മോഡലാണ്. അർബൻ ക്രൂസ് ആണിത്. എന്തായിരുന്നു പേര്? അർബൻ ക്രൂസ്. ഫിയറ്റിന്റെ അർബൻ ക്രൂസ് എന്ന് പറഞ്ഞിട്ട് ക്രോസ് വരുന്ന മോഡലാണ്. ക്രൂസ് അല്ല, ക്രോസ്. നമ്മുടെ എത്തിയോസിൽ ഇവയ്ക്ക് ക്രോസ് ഇറക്കി അതുപോലെ ഫിയറ്റിന്റെ പുണ്ടോടെ ഒക്കെ സെയിം സാധനം തന്നെ. സിംഗിൾ ഓണർ വാഹനമാണ്.
2017 വാഹനമാണ്. ഏറ്റവും കൂടിയ വണ്ടിയാണ്. അലോയ്സ് കാര്യങ്ങളെല്ലാം വരുന്ന മോഡലാണ്. പ്രൊഫൈൽ വരുന്നുണ്ട്, കുറെ മാറ്റങ്ങൾ, കുറച്ച് മസ്കുലർ ഒക്കെ ഉണ്ടല്ലോ. അതെ വണ്ടി ഇന്റീരിയറും കാര്യങ്ങളൊക്കെ പക്ക നീറ്റാണ്. സ്പെയർ കീ, സർവീസ് ബുക്ക് കാര്യങ്ങളുണ്ട്. ഫീറ്റിന് വണ്ടികൾ നല്ല 20-22 മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. ഡീസലും ആണ് അല്ലേ? ഓക്കെ. ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് 3.5 ഫിനാൻസ് ഫെസിലിറ്റി പ്രയാസമായിരിക്കും. നിർത്തിയ മോഡലായതുകൊണ്ട് ഫിനാൻസ് ബുദ്ധിമുട്ടായിരിക്കും. ഇതിന് ഫാൻസ് ഒരുപാടുള്ള വാഹനമാണ്. അതെ തീർച്ചയായിട്ടും. 3.5 നമുക്ക് ആസ്കിംഗ് പ്രൈസ്. നമുക്ക് ചെറിയ വ്യത്യാസങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാം. വണ്ടി ഹൈ ക്വാളിറ്റി ആണ്. സിംഗിൾ ഓണർ വണ്ടിയോട് അടുത്തുള്ള കസ്റ്റമർ വണ്ടിയാണ്. അടുത്ത വണ്ടി ബാക്കിയുള്ള നമ്മളെ കഴിഞ്ഞ വീഡിയോയിൽ ബാക്കി എല്ലാ വണ്ടികളെല്ലാം കാണിച്ചതാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ച വണ്ടികളാണ് ഈ കിടക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ 2 ലക്ഷം രൂപ താഴെ ഒരുപാട് വണ്ടികളുണ്ട്. ലോ ബഡ്ജറ്റ് വണ്ടികളുണ്ട്. മഴ പെയ്യുന്നതുകൊണ്ട് കുറച്ച് സൗണ്ട് ഇരപ്പ് വരാൻ സാധ്യതയുണ്ട് കേട്ടോ. ഡീസൽ വണ്ടികളുണ്ട്. മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. അതെ, മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. നമുക്ക് ഫിനാൻസ് ചെയ്യാൻ വേണ്ട ഡോക്യുമെന്റ്സ് പറയുന്നത് ആധാർ കാർഡ്, പാൻ കാർഡ്, ബാങ്ക് സ്റ്റേറ്റ്മെന്റ്. അതെ, ലാൻഡ് ടാക്സ് ഇല്ലെങ്കിലും KCB ബില്ലോ സാലറി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം. അതായത് വാടക വീടുള്ളവർക്ക് ഇതുപോലെ വേറെ പ്രൂഫ് വെച്ചിട്ട് ഫിനാൻസ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് ഫിനാൻസ് ചെയ്യുന്നുണ്ട്. ഒന്നിൽ വീണില്ലെങ്കിൽ അടുത്തതിൽ ശ്രമിക്കാവുന്നതാണ്. അത്യാവശ്യം സിവിൽ സ്കോർ ഉണ്ടായാൽ മാത്രം മതി. സിവിൽ സ്കോർ ഒരു 700-750 വേറെ സിവിൽ സ്കോർ ഉണ്ടെങ്കിൽ 800-ന്റെ മുകളിലുള്ള വണ്ടികൾ ഉള്ള ആൾക്ക് നമുക്ക് മാക്സിമം ഫിനാൻസ് ചെയ്ത് എടുത്തുകൊണ്ട് പോകാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഡെലിവറി ഓപ്ഷൻ ഉണ്ടല്ലോ. കേരള ഡെലിവറി ഉണ്ട്, എക്സ്ചേഞ്ച് ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഏത് വണ്ടിയായിട്ട് പാർക്ക് ആൻഡ് സെയിൽ ഉണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും വണ്ടി വിൽക്കാനുണ്ടെങ്കിലും സമീപിക്കാവുന്നതാണ്. അപ്പോൾ വിശ്വസിച്ച് വണ്ടി എടുക്കാം. നമ്മൾ ഒരുപാട് ആളായിട്ട് ഇവിടെ വീഡിയോ ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ കസ്റ്റമർ കംപ്ലൈന്റ് ഒക്കെ വളരെ കുറവുള്ള മേജറായിട്ട് ഒരു ഇഷ്യൂസ് ഉണ്ടെങ്കിൽ 7 ഡേയ്സിൽ നമുക്ക് റിട്ടേൺ ചെയ്യാവുന്നതാണ്. അതായത് ഫ്ലഡ് ഉണ്ടാവില്ല, മേജറായിട്ടുള്ള ആക്സിഡന്റ് ഉണ്ടാവില്ല. ചെറിയ റീപ്ലേസ്മെന്റ് ഉണ്ടെങ്കിൽ നമ്മൾ കസ്റ്റമറോട് പറഞ്ഞിട്ടാണ് കൊടുക്കുള്ളൂ. മേജറായിട്ട് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് 7 ഡേയ്സിൽ റിട്ടേൺ തരാവുന്നതാണ്. ഫുൾ പൈസ തിരിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളത്. എന്തെങ്കിലും ഡീറ്റെയിൽസ് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ഇടുക. ഇന്നത്തെ വീഡിയോയിൽ കാണാത്ത ഏതെങ്കിലും വണ്ടി ഉണ്ടെങ്കിലും നിങ്ങൾ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. വാഹനങ്ങൾ ഇനിയും ഉണ്ട്. ഫുൾ ലോൺ കയറുന്ന വാഹനങ്ങൾ ഇനിയും പുറത്തുണ്ട്. അപ്പോൾ കാറ്റലോഗ് നമ്പർ ഞാൻ കൊടുത്തേക്കാം. ഏതെങ്കിലും വണ്ടിയുടെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ അതിനകത്ത് കയറി നോക്കാം. എല്ലാ ഡീറ്റെയിൽസ് അതിനകത്തുണ്ടാവും. അപ്പോൾ താങ്ക് യു സോ മച്ച്. അടുത്ത വണ്ടികൾ വരുമ്പോൾ ഓടി വരാം. ഓക്കെ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.